നഴ്സിംഗ് ഡോട്ട് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൈക്കോളജിയിൽ നിന്നുള്ള കുറച്ച് എക്സാം പോയിന്റുകൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, റെലവൻസ് ഓഫ് സൈക്കോളജി ഇൻ നഴ്സിംഗ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജി ഇൻ നഴ്സിംഗ്. ആസ് എ nurse, you care for your patient overall well-being, not just their physical health. By using some basic principle of psychology, you can provide emotional and mental support and build a foundation of trust with your patient. സൈക്കോളജിയിൽ നഴ്സിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓവറോൾ വെൽബീയിങ്ങിന് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. സൈക്കോളജിയിൽ ചില ബേസിക് പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് പേഷ്യൻസിന് ഇമോഷണൽ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനും കഴിയും. അതുപോലെ തന്നെ പേഷ്യൻറ്റുമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കഴിയുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഹെറിഡിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ all the inborn traits and the instinct, emotion, IQ, reflex action and physical trait. Environment is responsible for the growth and development of physical, mental and social traits. ഒരാളുടെ ഇൻബോൺ ട്രേറ്റ്സ്, ഇൻസിക്റ്റ്, ഇമോഷൻ, IQ, റിഫ്ലെക്സ് ആക്ഷൻ, ഫിസിക്കൽ ട്രേറ്റ്സ് ഇതിനെല്ലാം റെസ്പോൺസിബിളായിട്ടുള്ളത് ഹെറിഡിറ്റിയാണ്. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ട്രേറ്റ്സിൻ്റെയൊക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിളായിട്ടുള്ളത് എൻവയോൺമെൻറ്റാണ്. അടുത്ത പോയിന്റ്, എഫക്റ്റീവ് മെത്തേഡ് ഓഫ് മെമ്മറൈസേഷൻ. 5 ടെക്നിക്സാണ് നമ്മൾ എഫക്റ്റീവ് മെമ്മറൈസേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്. ആദ്യത്തേത്, അസൈൻ മീനിങ് ടു തിങ്സ്. രണ്ടാമത്തേത്, ലേൺ ജനറൽ ആൻഡ് സ്പെസിഫിക് ലേറ്റർ. മൂന്നാമത്തേത്, റിസൈറ്റ് ഔട്ട് ലൗഡ് ഇൻ യുവർ ഓൺ വേർഡ്സ് അണ്ടിൽ യു വോണ്ട് ടു നീഡ് ടു റെഫർ യുവർ നോട്ട്സ്. ടീച്ച് സംവൺ എൽസ് ആൻഡ് യൂസ് മെമ്മറി ഡിവൈസ്. മെമ്മറൈസേഷൻ്റെ എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരർത്ഥം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നൽകുക. ജനറലായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ലേൺ ചെയ്യുക. നോട്ടുകൾ സ്വന്തമായി തയ്യാറാക്കുകയും അത് ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യുക. മറ്റൊരാളെ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് മെമ്മറൈസേഷൻ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മറി ഡിവൈസസ് യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ്, സ്റ്റേജസ് ഇൻ ക്രിയേറ്റീവ് തിങ്കിങ്. 4 സ്റ്റേജസ് ആണുള്ളത്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. പ്രിപ്പറേഷനിൽ എക്സ്പീരിയൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് എ ബേസ്, നോളജ് ബേസ് ബിൽഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും ഓപ്പർച്യൂണിറ്റീസാണ് പ്രിപ്പറേഷനിൽ വരുന്നത്. ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് തോട്ട് ഓഫ് ആൻ അൺകോൺഷ്യസ്. ഇലുമിനേഷൻ എന്ന് പറയുമ്പം ഇൻസൈറ്റ് ടു സോൾവിങ് പ്രോബ്ലം. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വെരിഫിക്കേഷനിൽ തിങ്കിങ്, ഷെയറിങ്, ടെസ്റ്റിംഗ് ദ ഡിസിഷൻ. നമ്മുടെ ഡിസിഷൻ തിങ്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ലേൺ, ഇൻക്ലൂഡിംഗ് ടീച്ചിങ് മെത്തേഡ്, ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സസ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണിംഗ്. ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ലേൺ ആൻഡ് റീറ്റെയിൻ ന്യൂ ഇൻഫർമേഷൻ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരാൾ എങ്ങനെ പഠിക്കുന്നു, അതിൽ അവരുടെ ടീച്ചിങ് മെത്തേഡുകൾ, ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്, ആളുകൾ തമ്മിൽ പഠിക്കുന്നതിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഗോൾ എന്ന് പറയുന്നത് ആളുകൾ പുതിയ ഇൻഫർമേഷൻസ് എങ്ങനെ ലേൺ ചെയ്യുന്നു എന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് ഇതിൻ്റെ ഗോളായിട്ട് കണക്കാക്കുന്നത്. അടുത്തത് അസസ്മെൻറ്റ് ഓഫ് ഇമോഷനാണ്. 5 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ്, എക്സാമിൻ യുവർ ഫീലിംഗ്. നമ്മുടെ ഫീലിങ്സ് എക്സാമിൻ ചെയ്യുക. വാട്ട് ആർ യു ഫീലിംഗ് എന്ന് നമുക്ക് ചോദിക്കാം. അടുത്ത പോയിൻ്റ്, അണ്ടർസ്റ്റാൻഡ് വൈ ആർ യു ഫീലിംഗ് ദിസ് ഇമോഷൻ. എന്തുകൊണ്ടാണ് ഈ ഇമോഷൻ ഉണ്ടായതെന്ന് നമുക്ക് ചോദിക്കാം. മൂന്നാമത്തേത്, അസസ് ദ ഫ്രീക്വൻസി ഓഫ് ഫീലിംഗ്. നമ്മുടെ ഫീലിങ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് അസസ് ചെയ്യാം. അടുത്തത്, സെപ്പറേറ്റ് യുവർ ഫീലിംഗ് ഫ്രം തോട്ട്സ്. നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ ഫീലിങ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അടുത്തത്, ഡിസൈഡ് ഹൗ യു വാണ്ട് ടു റെസ്പോണ്ട് യുവർ ഫീലിംഗ്. നമ്മുടെ ഫീലിങ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇമോഷൻ അസസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. അടുത്ത പോയിന്റ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ്. ഡ്യൂറിങ് ദ 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് വിച്ച് ആർ ദ ഓറൽ, anal, phallic, latent and genital stage. The erogenous zone associated with each stage serves as a source of pleasure. The psychosexual energy or libido was described as the driving force behind the behavior.
സൈക്കോസെക്ഷൽ സ്റ്റേജ് 5 ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ്, ജെനൈറ്റൽ സ്റ്റേജ്. ഓരോ സ്റ്റേജിലും അസോസിയേറ്റ് ചെയ്ത് വരുന്ന എറോജനസ് സോൺ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് പ്ലഷറാണ്. സൈക്കോസെക്ഷൽ എനർജി, ലിബിഡോ ഒക്കെയാണ് നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജാണ്. 0 to 2 years ഓൾഡാണ് ഇതിനകത്ത് വരുന്നത്. ഇൻഫൻറ്റ് അച്ചീവ് ഗ്രാറ്റിഫിക്കേഷൻ ത്രൂ ഓറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഫീഡിങ്, തം സക്കിങ് ആൻഡ് ബാബ്ലിങ്. ഇൻഫൻറ്റ്സ് ഗ്രാറ്റിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് ഓറൽ ആക്ടിവിറ്റീസിലൂടെയാണ്, അതായത് ഫീഡിങ്ങിലൂടെ, തം സക്കിങ്ങിലൂടെയും. രണ്ടാമത്തേത് ഏനൽ സ്റ്റേജാണ്. 2 to 3 years ഓൾഡ്. ദ ചൈൽഡ് ലേൺ ടു റെസ്പോണ്ട് ടു സം ഓഫ് ദ ഡിമാൻഡ് ഓഫ് സൊസൈറ്റി സച്ച് ആസ് ബവൽ ആൻഡ് ബ്ലാഡർ കൺട്രോൾ. കുഞ്ഞുങ്ങളിൽ ബവൽ കൺട്രോളും ബ്ലാഡർ കൺട്രോളും വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അടുത്ത സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. ദ ചൈൽഡ് ലേൺ ടു റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ബിക്കം അവെയർ ഓഫ് സെക്ഷുവാലിറ്റി. 3 to 7 years ഓൾഡാണ് ഈ ഒരു ഏജ് വരുന്നത്. ഫാലിക് സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് അവെയർ ആകുന്നു. അടുത്തത് ലേറ്റൻസി. ദ ചൈൽഡ് കണ്ടിന്യൂസ് ഹിസ് ഓർ ഹർ ഡെവലപ്മെൻറ്റ് ബട്ട് സെക്ഷൽ അർജ് ആർ റിലേറ്റീവ്ലി ക്വയറ്റ്. 7 to 11 years ഓൾഡാണ് ലേറ്റൻസി പീരീഡിൽ വരുന്നത്. അടുത്തത് ജെനൈറ്റലാണ്. ദ ഗ്രോയിങ് അഡോളസെന്റ് ഷേക്ക് ഓഫ് ഓൾഡ് ഡിപ്പെൻഡൻസീസ് ആൻഡ് ലേൺ ടു ഡീൽ മെച്യൂർലി വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. 11 years to അഡൽട്ട് വരെയാണ് ജെനൈറ്റൽ സ്റ്റേജ് വരുന്നത്. അടുത്ത പോയിൻ്റ് സ്റ്റെപ്സ് ഇൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഫസ്റ്റ് പോയിൻ്റ്, ആസ്ക് എ ക്വസ്റ്റ്യൻ ഓർ ഫൈൻഡ് എ റിസർച്ച് പ്രോബ്ലം ടു സോൾവ്. ഡിറ്റർമൈൻ വാട്ട് യു വിൽ ടെസ്റ്റ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് റിവ്യൂ കറണ്ട് നോളജ് ഓൺ ദിസ് സബ്ജക്റ്റ്. ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ്. പെർഫോം ദ എക്സ്പെരിമെൻറ്റ്. അനലൈസ് ദ റിസൾട്ട് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഡ്രോ യുവർ കൺക്ലൂഷൻ ആൻഡ് ഷെയർ ദ റിസൾട്ട് വിത്ത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി. എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെ ടെസ്റ്റിലൂടെ ചെയ്യാമെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക, നമ്മുടെ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള കറണ്ട് നോളജുകളെല്ലാം റിവ്യൂ ചെയ്യുക, ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് അത് പെർഫോം ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ അനലൈസ് ചെയ്യുക, ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്യുക അതിൻ്റെ റിസൾട്ട്. എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫൈയിങ് പ്രോബ്ലം, ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ്, സെലക്ട് ആൻ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡർഡൈസിങ് ദ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ, കണ്ടക്ടിങ് എക്സ്പെരിമെൻ്റ് ആൻഡ് കളക്ടിങ് ഡേറ്റ, അനലൈസ് ദ ഡേറ്റ ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻ. അടുത്ത പോയിൻ്റ് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഡിവൈഡഡ് അറ്റൻഷൻ ഒക്കേഴ്സ് വെൻ മെൻ്റൽ ഫോക്കസ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് മൾട്ടിപ്പിൾ ഐഡിയാസ് ഓർ ടാസ്ക് അറ്റ് വൺസ്. ഒരു സമയം മൾട്ടിപ്പിൾ ഐഡിയാസിലോട്ട് മൾട്ടിപ്പിൾ ടാസ്കിലോട്ട് നമ്മളെ മെൻ്റൽ ഫോക്കസ് കൊടുക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ദിസ് സ്കിൽ ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടി ടാസ്കിങ്. ഈ ഒരു സ്കില്ലിനെ നമ്മൾ മൾട്ടി ടാസ്കിങ് എന്നും അറിയപ്പെടും. അടുത്ത പോയിൻ്റ് പേഴ്സണാലിറ്റി ഓർഗനൈസേഷൻ. ആൻ ഓർഗനൈസേഷൻ പേഴ്സണാലിറ്റി ഈസ് ദ മെൽഡിങ് ഓഫ് വൺ ഓർ മോർ ഡോമിനൻ്റ് എംപ്ലോയീസ് ട്രൈറ്റ്സ്, cognition and emotional pattern with the external and internal influences that encourage and empower the positive workplace behavior and decision making. അടുത്ത പോയിൻ്റ് യൂസ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആൻ IQ ടെസ്റ്റ് ഈസ് ആൻ അസസ്മെൻറ്റ് ദാറ്റ് മെഷേഴ്സ് എ റേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് പ്രൊവൈഡ് എ സ്കോർ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സെർവ് ആസ് എ measure of an individual's intellectual ability and potential. IQ tests are among the most commonly administered psychological test. IQ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ റേഞ്ച് മെഷർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയും പൊട്ടൻഷ്യലും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും IQ ടെസ്റ്റ് സഹായിക്കുന്നു. എല്ലാ സൈക്കോളജിക്കൽ ടെസ്റ്റിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് IQ ടെസ്റ്റുകൾ. അടുത്ത പോയിൻ്റ് എന്യൂമറേറ്റ് സ്റ്റാൻഡേർഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അടുത്ത പോയിൻ്റ്
Ego defense mechanism. Ego defense mechanism or factors defined by Freud as unconscious resources used by the ego to reduce the conflict between the id and superego, where a reflection of how an individual deal with the conflict and stress. അൺകോൺഷ്യസ് റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, ഈഗോ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ഡീൽ ചെയ്യുന്നു എന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിലൂടെ കാണിക്കുന്നത്. അടുത്തത് ഡിഫെൻസ് മെക്കാനിസമാണ്. കോമ്പൻസേഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, ഇൻട്രൊജക്ഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, റിച്വൽ ആൻഡ് അൺഡൂയിങ്, സബ്ലൈമേഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസം. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.